വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം വണ്ടി ലോങ് ട്രിപ്പ് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇതെൻ്റെ വണ്ടിയാണ്. ആ വണ്ടിയിലാണ് നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുത്ത് തരുന്നത്. ഇതാണ് എൻ്റെ വണ്ടി. 2 വർഷം മുമ്പ് എടുത്തതാണ്, സ്വിഫ്റ്റ് VXi. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഞാനിന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാനായിട്ട് പോകുന്നത്. ഇതൊരു സ്വിഫ്റ്റ് 4 സിലിണ്ടർ എൻജിൻ VXi വെഹിക്കിളാണ്. 4 സിലിണ്ടർ എൻജിൻ്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവോയർ ടാങ്ക്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിനകത്ത് സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ പൈപ്പ് കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്, സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം മാക്സിമം മാർക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ മാക്സിമം മാർക്കിൽ എപ്പോഴും ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വിൻഷീൽഡ് വാഷറിൻ്റെ ടാങ്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ക്രീൻ വാഷർ വാങ്ങി ഫില്ല് ചെയ്യുക, അതോടൊപ്പം ബാലൻസ് വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാപ്പാണത്. അതുപോലെ തന്നെ അതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിപ്സ്റ്റിക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്സ്റ്റിക്ക് നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓയിൽ ഇങ്ങനെ പരന്നിരിക്കണ കാണാം. അപ്പോൾ നമ്മൾ ലെവൽ എപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴും അതൊരു നല്ല തുണി ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം വേണം നമ്മൾ എപ്പോഴും ലെവൽ ചെക്ക് ചെയ്യാനായിട്ട്. ഈ ഡിപ്സ്റ്റിക്ക് എടുത്ത് നല്ല രീതിയിൽ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. തുടച്ചതിന് ശേഷം ഇതിൻ്റെ എൻഡ് വശത്ത് 2 ഡോട്ട് മാർക്ക് കാണാനായിട്ട് പറ്റും. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതാണ് മാക്സിമം. ഈ ഹോളാണ് മാക്സിമം മാർക്ക്, ഈ ഹോളാണ് മിനിമം മാർക്ക്. അപ്പോൾ ഇതിന് രണ്ടിനിടയിൽ എൻജിൻ ഓയിൽ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിലെ കുത്തിന് തൊട്ട് താഴെ ആയിരിക്കണം എൻജിൻ ഓയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിൻ്റെ മുകൾ വശത്തേക്ക് എൻജിൻ ഓയിൽ വരാനായിട്ട് പാടില്ല. അപ്പോൾ ഇതാണ് മാക്സിമം. ആ ലെവലിൽ തന്നെയായിരിക്കണം എൻജിൻ ഓയിൽ ലെവൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമുക്കിതൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെക്ക് ചെയ്യണേ, ഇതിന് എന്തോരം എൻജിൻ ഓയിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹോളിലേക്ക് പതുക്കെ ഡിപ്സ്റ്റിക്ക് ഇറക്കി അതിന് ശേഷം നമ്മൾ ആ ഡിപ്സ്റ്റിക്ക് വെളിയിലേക്ക് എടുത്തു, പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക്. ഇവിടം വരെ എൻജിൻ ഓയിൽ ലെവൽ കാണിക്കുന്നുണ്ട്. അതായത് ഈ കുത്തിന് തൊട്ട് താഴെ എൻജിൻ ഓയിൽ ലെവൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എൻജിൻ ഓയിൽ ലെവൽ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഡിപ്സ്റ്റിക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാറ്ററിയുടെ വാട്ടർ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 മാർക്ക് കാണാനുണ്ട്, മാക്സിമം മിനിമം. നമുക്കറിയാൻ പറ്റും വേനൽക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഹൈഡ്രജൻ ഫോം ചെയ്യും എല്ലാ സമയത്തും. അപ്പോൾ അങ്ങനെ ഹൈഡ്രജൻ ഫോം ചെയ്ത് ഈ ബാറ്ററി ചാർജിങ്ങിൻ്റെ ഫലമായിട്ട് ഇതിനകത്തെ ബാറ്ററി വാട്ടറിൻ്റെ ലെവൽ പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഈ മിനിമത്തിന് താഴേക്ക് ബാറ്ററി വാട്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ഡിലേ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബാറ്ററി വാട്ടർ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് ഈ ബാറ്ററിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ടോർച്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഈ വെള്ളം നമുക്കിങ്ങനെ നിഴൽ പോലെ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഈ ഒരു വശത്ത് പിടിച്ചിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിക്കകത്ത് വെള്ളം ഇങ്ങനെ ഷെയ്ക്ക് ആവണമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ ബാറ്ററിയിൽ കുറവുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 6 ക്യാപ്പുകളും ഓപ്പൺ ചെയ്യാം. ഈ 6 ക്യാപ്പുകളും ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്ററി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യേണ്ട കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാക്സിമം മാർക്ക് വരെ മാത്രമേ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു കാരണവശാലും അതിന് മേലേക്ക് ഫില്ല് ചെയ്യരുത്. മേലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജിങ് സമയത്ത് ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ തിളച്ച് മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മൾ കുറച്ച് പഴക്കം, ഒരു 30,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടികളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എൻജിൻ റൂം, അതായത് ഒരു 2 മാസമൊക്കെ കൂടുന്ന സമയത്ത് എൻജിൻ റൂമൊക്കെ തുറന്ന് ഇതുപോലെയുള്ള കൂളൻറ്റിൻ്റെ പൈപ്പ് പോകുന്ന വലിയ ഏരിയകളിൽ ഇതുപോലെയുള്ള ജോയിൻറ്റുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. കാരണം എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ കാണാനുണ്ടോ, കൂളൻ്റ് എവിടെയെങ്കിലും വീണുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നതായിരിക്കും. കാരണം ഇതിനകത്ത് ലെവൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ലീക്കാവാറുള്ള ഏരിയകളൊക്കെയാണിത്. അപ്പോൾ ആ വശത്ത് മൊത്തത്തിൽ കൂളൻ്റ് എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും എൻജിൻ ഓയിലൊക്കെ ലീക്കോ അല്ലെങ്കിൽ ഗിയർ ഓയിലോ കാര്യങ്ങളൊക്കെ ലീക്കായിട്ട് തറയിലേക്ക് വീഴുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ
ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് കൂളൻ്റെ റിസർവോയർ ടാങ്ക്. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, 2 മാർക്കുകൾ കാണാം. ഏറ്റവും അടിവശത്തെ മാർക്ക് എന്ന് പറയുന്നത് ലോ, അത് കഴിഞ്ഞിട്ട് വരുന്ന മാർക്കാണ് ഫുള്ള്. അപ്പോൾ ഈ ഫുള്ള് വരെ നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്യാനായിട്ട് പാടുള്ളൂ. യാതൊരു കാരണവശാലും അതിന് മേലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടി ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കൂളൻ്റ് റിസർവോയർ റേഡിയേറ്ററിൽ നിന്ന് റിസർവോയർ ടാങ്കിലേക്ക് ചെല്ലും. അപ്പോൾ ഇതിൽ നിറച്ചും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിസർവോയർ ടാങ്ക് വഴി പുറത്തേക്ക് കൂളൻ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്യണ സമയത്ത് നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം വേണം ഫില്ല് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ റിസർവോയർ ടാങ്കിനകത്ത് കൂളൻ്റ് തീരെ ഇല്ലാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഒപ്പം നമ്മൾ റേഡിയേറ്ററിലും കൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. റേഡിയേറ്റർ ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല ഹോട്ടായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ റേഡിയേറ്റർ ക്യാപ്പ് തുറക്കാനായിട്ട് പാടില്ല. നല്ല വണ്ടി തണുത്തതിന് ശേഷം മാത്രമേ തുറക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നമ്മുടെ ഈ മാരുതിയുടെ വണ്ടികളിൽ എൻജിൻ റൂമിനകത്ത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത്, എൻജിൻ റൂം വാഷ് ചെയ്യുന്ന സമയത്ത് ലോ പ്രഷർ ഉപയോഗിച്ച് മാത്രമേ വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഇതിൻ്റെ ECM അതുപോലെ തന്നെ സെൻസറുകളെല്ലാം നമുക്ക് ഹൈ പ്രഷറിൽ വാട്ടർ ഉപയോഗിച്ച് ഇതിനകത്തേക്ക് കുത്തി അടിക്കുകയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെൻസറുകളെല്ലാം ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ യാതൊരു കാരണവശാലും ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകുക മാത്രമേ ചെയ്യേണ്ടൂ. ഹൈ പ്രഷർ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കുത്തി വെള്ളമടിക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷനൊന്നും എൻജിൻ റൂമിനകത്ത് ഉണ്ടാവരുത്. ഈ ലേറ്റസ്റ്റ് മോഡലിലെല്ലാം അങ്ങനെ കുത്തി അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ വാട്ടർ എൻട്രി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പോലെ മൊഡ്യൂളുകളോ സെൻസറുകളൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഡാഷ്ബോർഡിനകത്ത് എന്തൊക്കെ വാർണിംഗ് ലൈറ്റുകളുണ്ട്, അതെന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ ഇഗ്നിഷൻ ഓൺ ആവുകയാണ്. ഓൺ ആവുന്ന സമയത്ത് യെല്ലോ കളറിലെ കുറേ ലൈറ്റുകൾ കത്തുന്നുണ്ട്. ഇപ്പോൾ ഈ മുകളിലത്തെ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലേറ്റഡ് ആയിട്ട് വാർണിംഗ് ലൈറ്റാണ്. ഒപ്പം തന്നെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ വാർണിംഗ് ലൈറ്റ് തന്നെയാണ് കത്തുക. ഇത് പവർ സ്റ്റിയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വാർണിംഗ് ലാമ്പാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പെട്രോൾ ഫില്ല് ചെയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് സെൻസർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തകരാറുണ്ടെന്നുണ്ടെങ്കിൽ കത്തുന്ന ഒരു ലൈറ്റാണിത്. ഇതിൻ്റെ പേരാണ് MIL ലാമ്പ്, മാൾ ഫങ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ്. ഇത് ഡ്രൈവർക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള വാർണിങ്ങിനുള്ള ഒരു ലാമ്പാണ്. ഇത് നമ്മുടെ ബാറ്ററി ചാർജിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റായിരിക്കും കത്തി നിൽക്കുക വണ്ടി സ്റ്റാർട്ടായതിന് ശേഷം. അതുപോലെ തന്നെ ഇത് എൻജിൻ ഓയിലിൻ്റെ വാർണിംഗ് ലാമ്പാണ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് വണ്ടി ഇതെല്ലാം ഈ പറയുന്ന റെഡ് ലൈറ്റിലുള്ള എല്ലാ സിമ്പിൾസും നമ്മൾ ഇഗ്നീഷൻ ഓൺ ആവുന്ന സമയത്ത്, യെല്ലോ കളറാണെങ്കിലും റെഡ് കളറാണെങ്കിലും ഇഗ്നീഷൻ ഓൺ ആവുന്ന സമയത്ത് ഇതെല്ലാം കത്തി നിൽക്കണം. വണ്ടി സ്റ്റാർട്ടായതിന് ശേഷം ഈ ലൈറ്റുകളെല്ലാം കെടണം. പ്രത്യേകിച്ച് ഈ MIL ലാമ്പ് എന്ന് പറയുന്ന ഈ യെല്ലോ കളറിലുള്ള ലാമ്പ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വണ്ടി സ്റ്റാർട്ടായതിന് ശേഷം ഈ ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനടി സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. കാരണം സിസ്റ്റത്തിനകത്ത് എന്തോ ട്രബിൾ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ട്രബിൾ കോഡ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്കാൻ ടൂൾ ഉപയോഗിച്ച് അതിനെ ചെക്ക് ചെയ്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഈ റെഡിൽ കൊടുത്തത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ഇഷ്യൂസ് ഉണ്ടാക്കും. കാരണം എൻജിൻ ഓയിൽ ലെവലൊക്കെ കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലാമ്പ് കത്തിയതിന് ശേഷം വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ സീസാവും പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ ബാറ്ററിയുടെ വാർണിംഗ് ലാമ്പ് കത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയി ബാറ്ററി ഡൗൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ സീറ്റ് ബെൽറ്റ്, അതുമാതിരി ഹാൻഡ് ബ്രേക്ക്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റെഡിൽ കൊടുത്തിട്ടുള്ളത്. യെല്ലോ നമുക്ക് സെൻസർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യെല്ലോ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ വാർണിംഗ് ലാമ്പ്. അപ്പോൾ ഇത് നമ്മൾ ഓവർ ഹീറ്റ് ആവാനായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും റെഡ് കളറിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡാഷ്ബോർഡിനകത്ത് വരുന്നത്. ഇത് നമ്മുടെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ അറ്റത്ത് ABSൻ്റെ ഒരു വാർണിംഗ് ലാമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു താക്കോലിൻ്റെ ചിഹ്നം കാണുന്നത് ഇമ്മോബിലൈസർ, അതായത് നമ്മുടെ ചാവിക്കകത്ത് നമ്മൾ ഒരു ചിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അതായത് വണ്ടി മോഷണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ചിപ്പ് അതിൻ്റെ ഒരു കോയിൽ ആൻറ്റിനയൊക്കെ ഒരു ആൻറ്റിന ഇതിൻ്റെ സ്റ്റിയറിംഗ് കോളത്തുമ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിഗ്നൽ മാച്ച് ആയാൽ മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ട് ആവാനുള്ള പെർമിഷൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ലൈറ്റും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യെല്ലോ കളറിലുള്ള ആ താക്കോലിൻ്റെ ചിഹ്നം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. മാത്രമല്ല ഈ സിസ്റ്റത്തിനകത്ത് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് നമുക്കത് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ക്ലച്ചിൻ്റെ ഓപ്പറേഷൻ. അതായത് ലോങ് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ക്ലച്ച് ടൈറ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി മൂവായി തുടങ്ങണം. പക്ഷേ ചില കേസുകളിൽ ക്ലച്ച് നല്ല രീതിയിൽ തേയ്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലച്ച് പെടൽ ടോപ്പിലെത്താറാകുമ്പോഴാണ് വണ്ടി മൂവ്മെൻ്റ് ആയി തുടങ്ങുക. അപ്പോൾ അത്തരം കേസുകളിൽ ആ ഡിസ്ക് ഈ പറഞ്ഞ മാതിരി കഴിയാറായിട്ടുണ്ടാവും ക്ലച്ചിൻ്റെ. ചില കേസുകളിൽ ക്ലച്ചിൻ്റെ പ്ലേ കൂടി അങ്ങനെ വരാനായിട്ട് സാധ്യതയുണ്ട്, പ്ലേ കൊണ്ട്. അപ്പോൾ അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ലോങ് യാത്രയ്ക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് വണ്ടിയുടെ ടയർ പ്രഷർ. അത് നമ്മുടെ റൈറ്റ് സൈഡ് ഡോറിൻ്റെ ഹിഞ്ചിൽ നമ്മളവിടെ ടയർ പ്രഷർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മന്ത്ലി വൺസ് നമ്മൾ ടയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി വണ്ടിയുടെ മൈലേജിനെയൊക്കെ അത് കാര്യമായ രീതിയിൽ ബാധിക്കും. അപ്പോൾ നമ്മൾ മന്ത്ലി വൺസ് ടയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണത് എപ്പോഴും നന്നായിരിക്കും. അതുപോലെ തന്നെ മഴക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വൈപ്പർ ബ്ലേഡ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചിലപ്പോൾ കുറേ പഴക്കമുള്ള വൈപ്പർ ബ്ലേഡൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് പതുക്കെ കീറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്ലേഡ് നല്ലതാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഒരു ലോങ് യാത്രയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് മഴക്കാലത്താണ് നമ്മൾ യാത്ര ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ വൈപ്പർ ബ്ലേഡ് നല്ല കണ്ടീഷനാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. രണ്ട് ബ്ലേഡും നല്ല കണ്ടീഷനിലായിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് നല്ല വിസിബിലിറ്റി നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനും നല്ല രീതിയിലായിരിക്കണം. കാരണം നല്ല ടയറുകളായിരിക്കണം ഒരു ലോങ് യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ വണ്ടികളിൽ ഉണ്ടായിരിക്കേണ്ടത്. കാരണം നല്ല ക്വാളിറ്റിയുള്ള ടയറുകൾ തന്നെ വാങ്ങിയിടാനായിട്ട് ശ്രദ്ധിക്കുക, കംപ്ലൈൻ്റ് ആയിട്ട് മാറുന്ന സമയത്ത്. അപ്പോൾ നല്ല ടയറുകൾ തന്നെ വാങ്ങിയിടുക. അത് നല്ല ചെത്തി പോവാത്ത നല്ല ഭംഗിയായുള്ള ടയറുകളുള്ളത് വെച്ചിട്ട് വേണം ലോങ് ട്രിപ്പുകൾക്കൊക്കെ പോകാനായിട്ട്. പ്രോപ്പറായിട്ട് വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും നമ്മൾ നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ ലൈഫിന് വേണ്ടിയിട്ടാണ് ഈ വീൽ ബാലൻസിങ്ങും വീൽ അലൈൻമെൻറ്റും നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റെപ്പിനി ടയറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ സ്റ്റെപ്പിനിയിൽ ഉപയോഗിക്കുന്ന ടയർ എപ്പോഴും നല്ല കണ്ടീഷനിലായിരിക്കണം. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ പഞ്ചറാവുക, ഏതെങ്കിലും ഒരു ടയർ പഞ്ചറാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടയർ മാറ്റിയിടാനായിട്ടുള്ള ഒരു സെറ്റപ്പിൽ നല്ല ടയറായിരിക്കണം സ്റ്റെപ്പിനി എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.